ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 2-ാം തീയതി, ചിങ്ങമാസം 17-ാം തീയതി, തിങ്കളാഴ്ച. സമയം രാവിലെ 6 മണി. കഴിഞ്ഞ ഏതാനും നാളുകളായി സ്വർണ്ണവിലയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യതകളും US കേന്ദ്ര ബാങ്കായ US ഫെഡറൽ റിസർവ് ബാങ്കിൻ്റെ പലിശ നിരക്കുകൾ ഈ മാസം കുറയ്ക്കുമെന്ന വിലയിരുത്തലുകളും മൂലം സ്വർണ്ണവില വരും ദിവസങ്ങളിൽ വലിയ ഉയരങ്ങളിൽ എത്തുമെന്ന വിലയിരുത്തലിലാണ് നിക്ഷേപകർ. അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന US പണപ്പെരുപ്പ ഡാറ്റകൾക്ക് ശേഷം US ട്രഷറി ബോണ്ട് വരുമാനം ഉയർന്നതോടെ നിക്ഷേപകർ ട്രഷറി ബോണ്ടുകൾ കൂട്ടമായി വാങ്ങിയത് സ്വർണത്തിൻ്റെ ഡിമാൻഡ് കുറയ്ക്കുകയും വില കുറയാൻ കാരണമാവുകയും ചെയ്തു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ $2,500 പരിധിയിലാണ് കുറച്ച് ദിവസങ്ങളിലായി സ്വർണ്ണവില തുടരുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ പവന് 160 രൂപയും ഗ്രാമിന് 20 രൂപയും കുറവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഇന്ന് കാര്യമായ മാറ്റത്തിന് സാധ്യത കാണുന്നില്ല. ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് $2,503, സംസ്ഥാനത്ത് നിന്ന് 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,303 രൂപ, 1 പവൻ 58,429 രൂപ, 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 5,477 രൂപ, 1 പവൻ 43,821 രൂപ. ഇന്ന് രാവിലെ 916 അഥവാ 22 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 6,695 രൂപ, 1 പവൻ 53,560 രൂപ. സംസ്ഥാനത്ത് നിന്ന് വെള്ളിവില 1 ഗ്രാം 92 രൂപ, 1 കിലോ 92,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്